യുദ്ധം എപ്പോൾ തീരുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. സത്യം പറയുകയാണെങ്കിൽ യുദ്ധം എപ്പോൾ തീരുന്നു എനിക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ഞാൻ കുറച്ച് ബ്രേക്ക് ഡൗൺസ് പറയാം. ഈ യുദ്ധത്തിൻ്റെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരു ചിലവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിലവ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അമേരിക്കയ്ക്ക് ഒരു ദിവസം ഇറാനെ ആക്രമിക്കാൻ വരുന്ന ചിലവ് എന്ന് പറയുന്നത് ഇന്ത്യൻ മണി 8,000 കോടി രൂപയാണ്. 8,000 കോടി രൂപയ്ക്ക് അടുത്തുള്ളൊരു എമൗണ്ട്, അല്ലെങ്കിൽ അതിന് കുറച്ച് മേലെയും പോവാം. എന്നാൽ ഇറാനെ നേരെ തിരിച്ച് അമേരിക്കനെ ആക്രമിക്കാൻ, അമേരിക്കൻ ഇസ്രായേലിനെയും ആക്രമിക്കാനായിട്ട്, ഒരേ സമയം ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർ ചിലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 250 കോടി ടു 270 കോടി രൂപയാണ് അവരുടെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക യുദ്ധം ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നിട്ടല്ല. അവർ ഇറാന് ചുറ്റുമുള്ള കടലിലേക്ക് വന്ന് അവരവിടെ അവരുടെ നേവീനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത്, നേവി ഇപ്പോഴത്തെ എയർഫോഴ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ആക്രമണം നടത്തുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കക്ക് ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ എയർബേസ് ഉണ്ടെങ്കിൽ പോലും ഒരു എയർബേസ് പോലും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് GCC രാജ്യങ്ങൾ കട്ടൻ സ്ട്രേറ്റ് ആയിട്ട് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതും തുടങ്ങുന്നതിന് മുമ്പേ, ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ആക്രമിക്കും എന്ന് അമേരിക്ക പറഞ്ഞ സമയത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും ഗൾഫിലുള്ള അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലുള്ള എയർബേസുകൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ സാധിക്കില്ല. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കടലിൽ കപ്പൽ വിന്യസിച്ച് നേവി അലോങ് വിത്ത് അമേരിക്കൻ എയർഫോഴ്സിൻ്റെ രണ്ടുപേരുടെയും ജോയിൻ്റ് ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക്, ആ കപ്പലിലേക്കുള്ള ഇന്ധനം, അവിടെയുള്ള ആളുകൾക്കുള്ള ഭക്ഷണം, മെഡിക്കൽ കിറ്റ്, പിന്നെ ഈ വെപ്പൺസ് തീരുന്നതനുസരിച്ച് ആയുധങ്ങൾ ഇവിടെ നിന്ന് എത്തിക്കണം, അമേരിക്കയിൽ നിന്ന് എത്തിക്കണം, അല്ലെങ്കിൽ ഏത് ബേസിൽ നിന്നാണെങ്കിൽ അവിടേക്ക് എത്തിക്കണം. ആ ട്രാൻസ്പോർട്ടേഷൻ അതൊക്കെ കൂടി വരുമ്പോൾ ഇത്രയും വലിയൊരു ചിലവ് വരുന്നുണ്ട്. ഇറാൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറാൻ സ്വന്തം ലാൻഡിൽ നിന്നിട്ടാണ് ആക്രമിക്കുന്നത്. അവർക്ക് വേറെ പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല, ആയുധങ്ങളുടെ ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ, പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ സാലറി. അതിൽ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ ഉപരോധം ഇറാനിൽ ഒരുപാട് നാളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ടെക്നോളജി, നമുക്ക് പല രാജ്യങ്ങൾക്കും ഇറാനായിട്ട് ടെക്നോളജികൾ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അമേരിക്കയുടെ ഉപരോധമുണ്ട്. അപ്പോൾ ഇറാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, സ്വതസിദ്ധമായിട്ട് അവരുടെ സ്വന്തം ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡ്രോണാണ് ഉപയോഗിക്കുന്നത്. ഷഹീദ് എന്ന് പറഞ്ഞ ഡ്രോണാണ് ഉപയോഗിക്കുന്നത്. ഷാഹിദ് ഡ്രോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് ഫുള്ളി ലോക്കലി മെയ്ഡ് ചെയ്തിട്ടുള്ള ഡ്രോണാണ്. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും 40 ലക്ഷം ഇന്ത്യൻ രൂപയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാൻ കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ, ഇറാനിന് മുമ്പും യുദ്ധം ചെയ്ത് പരിചയമുള്ളൊരു രാജ്യമാണ്. അമേരിക്കയ്ക്ക് മുമ്പ് വാറിൽ ഇടപെട്ട് പരിചയമുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റൻറ്റ് അവസാനം, ഷോർട്ട് വാറുകളൊക്കെ നടത്തുന്നു. 3 ദിവസം, 4 ദിവസം, 5 ദിവസം, അല്ലെങ്കിൽ 10 ദിവസം, അങ്ങനത്തെയാണ് അമേരിക്കയുടെ വാർ സ്റ്റൈൽ. ഇറാൻ അങ്ങനെയല്ല. ഇറാൻ്റെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാല യുദ്ധങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള രാജ്യമാണ്. അപ്പോൾ അതിന് ദീർഘകാലമായിട്ട് ഒരു യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അതിന് വ്യക്തമായ പദ്ധതികളും പ്ലാനുകളും വെച്ചിട്ട് മാത്രമേ മുന്നോട്ട് ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അമേരിക്കയുടെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹിറോഷിമ നാഗസാക്കിയിലേക്ക് ഒറ്റയടിക്ക് അനുഭവം കൊണ്ടിവിടെ തീർക്കുക, ന്യൂക്ലിയർ കൊണ്ടുവന്ന, അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു വാർ സ്റ്റൈൽ. ഇറാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറാൻ മുമ്പ് ഇറാഖുമായിട്ടൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇറാഖ് അന്നത്തെ വലിയൊരു സൂപ്പർ മിലിറ്ററി പവർ ആയിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ 8 വർഷത്തെ കാലം നീണ്ടു നിന്നൊരു യുദ്ധമായിരുന്നു. 8 വർഷം എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഇസ്രായേലായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ, ഷാ ഭരണകൂടത്തിന് ശേഷം ആയത്തുള്ള വന്നിരുന്ന സമയത്താണ് ഇസ്രായേലായിട്ടുള്ള പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഇസ്രായേലും നേർക്ക് നേരെ ഒരു സാധനം പ്രശ്നം വന്ന അപ്പോഴാണ്. അത് നിയർലി ഇപ്പോൾ 40 വർഷത്തിന് മേലെ ആവാറായി ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ട്. അന്ന് മുതൽ ഇതുവരെ കണ്ടിന്യൂസ് വാറാണ്. പക്ഷേ ഇറാൻ വാർ ഫ്രണ്ടിലേക്ക് വരുന്നില്ല എന്നുള്ളൂ. ഇറാൻ അതിന് പകരം ഉപയോഗിച്ചിരുന്നത് ഇവരുടെ പ്രോക്സികളെയാണ്. അതായത് ഇപ്പോൾ യമനിൽ നോക്കുകയാണെങ്കിൽ ഹൂതി വിമതരൊക്കെ ഇറാൻ്റെ പ്രോക്സിയാണ്. ഇറാനാണ് അതിന് ഫണ്ട് ചെയ്യുന്നത്. നമ്മളുടെ ഹിസ്ബുള്ള, അതുമാതിരി പാലസ്തീനിലുള്ള ഹമാസ്, അപ്പോൾ ഇതൊക്കെ ഇറാനായിട്ട് ബന്ധമുള്ള സ്ഥലങ്ങളാണ്, സംഘടനകളൊക്കെയാണ്. അപ്പം ഇവരൊക്കെ ത്രൂ ആണ് വാർ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നത്. അപ്പം ഇറാൻ്റെ വാർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ദീർഘകാലവും അമേരിക്ക ഇൻസ്റ്റൻറ്റുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് എക്സ്പെൻസും കൂടും. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെൻ്റ്ലി ഇറാൻ നമ്മളുടെ അമേരിക്കയുടെ കപ്പൽ പടയനെ ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് ഇവരുടെ ഡ്രോൺസ് വെച്ചിട്ടാണ്, ഷെയ്ദ് എന്ന് പറഞ്ഞ ഡ്രോൺ വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഷെയ്ദ് ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷഹീദ് ഡ്രോണ് കപ്പൽപ്പടനെ ആക്രമിക്കാൻ പോകുമ്പോൾ അവരെന്തായാലും തിരിച്ചടിക്കും. അതിനെ അത്രയും വലിയൊരു കപ്പൽ വ്യൂഹത്തിനൊന്നും ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വെപ്പണൊന്നും വെച്ചിട്ട് തീരെ പറ്റില്ല. ഷഹീദ് എന്ന് പറഞ്ഞാൽ താരതമ്യേന അമേരിക്കയുടെ വെപ്പൺസ് വെച്ച് നോക്കുമ്പോൾ അതിനൊരു പെർസെൻറ്റേജ് പോലും ഇല്ലാത്ത കുഞ്ഞൻ ഡ്രോണാണത്. അത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അമേരിക്ക അതിനെ അടിച്ചിടാൻ, ആ വരുന്ന ഡ്രോണിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് അതിനോട് ഉപയോഗിച്ച മിസൈലിൻ്റെ വില 3 കോടി ഇന്ത്യൻ രൂപയാണ്. അതായത് ഷഹീദ് ഡ്രോണിൻ്റെ ഒരു വില 40 ലക്ഷവും അവരതിനെ തകർക്കാൻ ഉപയോഗിക്കുന്ന
അമേരിക്കയുടെ വെപ്പണിൻ്റെ വില 3 കോടിയാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് ഇറാനെ അമേരിക്ക ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ പോലും അതൊരു വിജയമായിട്ട് അംഗീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ നമ്മളൊരു കാശിൻ്റെ നിലവാരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക കോടികളാണ് ഇതിനകത്ത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ലാഭം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഇതൊരു സ്ട്രാറ്റജി. പിന്നെ ഷഹീദ് ഡ്രോണിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഉപരോധം നിലനിൽക്കുന്ന സമയത്ത് ഇറാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഡ്രോണാണ് ഷഹീദ് ഡ്രോൺ. അപ്പോൾ ഈ ഡ്രോണിന് പ്രധാന പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരു കാരണവശാലും റഡാറുകൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നോളജി കാരണം കൊണ്ടല്ല, അത് ഇതിൻ്റെ സൈസ് കാരണമാണ്, ഇതിൻ്റെ ഡിസൈൻ കാരണമാണ്. സാധാരണ റഡാറുകൾ ഡിസൈൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ എയർക്രാഫ്റ്റുകളോ അല്ലെങ്കിൽ ഫ്ലൈയിങ് ഒബ്ജക്റ്റുകളോ പറക്കുന്നത് കണ്ടുപിടിക്കുന്ന റഡാർ ഡിസൈൻ ചെയ്യുന്നു. ഷഹീദ് ഡ്രോണിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ താരതമ്യേന സൈസ് കുറവാണ്, ഭാരമൊക്കെ കുറവാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 100 മുതൽ 150 കിലോമീറ്റർ, ചിലപ്പോൾ 180 വരെയൊക്കെ പോകും. അതൊക്കെ മാക്സിമം സ്പീഡ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഒബ്ജക്റ്റ് നമ്മൾ പറന്ന് ഒരു രാജ്യത്ത് നിന്ന് ഇപ്പോൾ ഇറാനിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ട് മറ്റൊരു രാജ്യത്തേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വലിപ്പം കുറവുള്ളത് കാരണം റഡാർ സോഫ്റ്റ്വെയറുകൾക്ക് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ഡ്രോണാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ അതിനൊരു ടൈം എടുക്കും ഡിറ്റക്ട് ചെയ്ത് വരാനായിട്ട്. പിന്നെ അത്രയും ക്ലോസ് മോണിറ്റർ ചെയ്തിട്ടേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഉയരം കുറഞ്ഞ പറക്കുക, ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുക. റഡാറിലൊരു സാധനം പെട്ടെന്നുണ്ടെങ്കിൽ അതിനൊരു നിശ്ചിത അളവുണ്ട്. ആ ഹൈറ്റിൽ ഉയരത്തിൽ ആൾട്ടിറ്റ്യൂഡിൽ പറഞ്ഞാൽ മാത്രമേ അത് റഡാറിൽ പെടുള്ളൂ. ഉയരം കുറച്ച് താഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് റഡാറിനകത്ത് പെടാൻ പോകില്ല. അതുകൊണ്ടാണ് ഇത് ദീർഘദൂരമൊക്കെ ഇത് യാത്ര ചെയ്ത് പോയിട്ട് അടിക്കുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു വലിയൊരു പ്ലസ് ആണ്. ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഒരു പ്ലസ് ആണ്. വേഗത കുറവാണെങ്കിലും ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഇത് ഒരു യൂസ് ആൻഡ് ത്രോ മിസൈലാണ്. ലൈക്ക് അവർ ഇത് ടിഷ്യൂ പേപ്പർ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ. ഒരിക്കൽ യൂസ് ചെയ്താൽ എടുത്ത് വയ്ക്കുന്ന പരിപാടിയില്ല. കാരണം ഇത് സൂയിസൈഡൽ ഡ്രോണാണ്. നേരെ പോയി കൊണ്ടിടിക്കുക, പൊട്ടിത്തെറിക്കുക. പിന്നെ ഇതിന് 3 തരത്തിലുള്ള ഒരു ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേറ്റ്സ് ഇതിനകത്ത് ഇട്ട് വയ്ക്കുക, സാറ്റലൈറ്റ് കോർഡിനേറ്റ്സ് ഇട്ട് വയ്ക്കുക, എന്നിട്ട് പോയിട്ട് അവിടെ പോയിട്ട് തകർക്കുക. ആക്യുറേറ്റ് ആയിട്ട് പോയി തകർക്കണമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും പൊട്ടും. 2 എന്ന് പറഞ്ഞാൽ മാനുവലി കൺട്രോൾ ചെയ്യുക, ഡ്രോൺ മാനുവലി പറത്തി കൊണ്ടുപോയിട്ട് ആക്രമിക്കുക. 3 എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് പറത്തി വിടുക. അത് പോയി കഴിഞ്ഞാൽ പോയി ഇടിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു ഏരിയയിലേക്ക് ഒരു ഊഹം വെച്ച് വിട്ടാൽ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് വരും. കാരണം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സൂയിസൈഡ്, ഇതിൻ്റെ വാർ ഹെഡ് എന്ന് പറഞ്ഞാൽ 40-45 കിലോമീറ്ററുള്ള വാർ ഹെഡ് മാത്രമേ എന്നിട്ടുള്ളൂ. അപ്പോൾ അത് എവിടെയെങ്കിലും പിടിച്ചാൽ അവിടെ എക്സ്പ്ലോഡ് ആവും. അത് എന്ത് ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. ഇനി പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, നടുക്കണ്ട പാതിരയ്ക്കാണ് ഇവിടെ പൊട്ടുന്നത്. ഇപ്പോൾ അബുദാബിയിലേക്കുള്ള ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നടുക്കണ്ട പാതിരയ്ക്കാണ് പൊട്ടുന്നത്, രാത്രി ഭയങ്കര പൊട്ടൽ സൗണ്ട് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മിസൈല് അവിടെ നിന്ന് ലോഞ്ച് ചെയ്ത് എത്ര സമയം കൊണ്ട്, ഇപ്പം നമുക്ക് അബുദാബി എടുക്കാം, ഇറാനിൽ നിന്ന് ടെഹ്റാനിൽ നിന്ന് അബുദാബിയിൽ വരെ ഒരു മിസൈൽ എത്താൻ എത്ര സമയം എടുക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 5 മുതൽ 7 മിനിറ്റ് കൊണ്ട് പെടുത്തും. കാരണം 5000 മുതൽ 7000 കിലോമീറ്റർ പെർ അവർ സ്പീഡുള്ള സാധനമാണ് ബാലിസ്റ്റിക് മിസൈൽ. അവിടെ നിന്ന് ലോഞ്ച് ചെയ്ത് 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് കൊണ്ട് ടെഹ്റാനിൽ നിന്ന് അബുദാബിയിൽ എത്തും, എക്സ്പ്ലോഷൻ നടക്കും. ക്രൂയിസ് മിസൈലാണെന്നുണ്ടെങ്കിൽ 20 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും. ക്രൂയിസ് മിസൈലിൻ്റെ വേഗത കമ്പാരിറ്റീവ്ലി ഇതിനും കുറവാണ്. ഒരു 600 ടു ഒരു 900 കിലോമീറ്ററൊക്കെയാണ് അതിൻ്റെ സ്പീഡ്. അപ്പം ആ സ്പീഡിൽ സാധനം പറന്നെത്തി കഴിഞ്ഞാൽ ഒരു 20 to 30 മിനിറ്റ് വരെ ഇവിടെ എത്തും. ഇനിയിപ്പോൾ ഷഹീദ് ഡ്രോൺ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡ് 100-150 കിലോമീറ്ററിലൊക്കെ പോകുള്ളൂ. അതായത് ഒരു ബൈക്ക് പോകണ, നമ്മുടെ നാട്ടിൽ ബൈക്കിനോട് കുറച്ചുകൂടി വേഗത കൂടുതൽ, ആ ഒരു വേഗതയിലാണ് ഈ സാധനം പോവുള്ളൂ. അപ്പോൾ ഇത് ടെഹ്റാനിൽ നിന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1.5 മുതൽ 2 മണിക്കൂറൊക്കെ ടൈം എടുത്തിട്ടാണ് പറന്നെത്തുന്നത്. അതും എത്തുന്ന ഗ്യാരണ്ടി ഒന്നുമില്ല, അത് ഡിപ്പെൻസ് ഓൺ വരുന്ന വഴി അനുസരിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലോഞ്ചിങ് സംഭവങ്ങൾ. അപ്പോൾ പൊട്ടണത് നിങ്ങൾ ചിലപ്പോൾ ഈ ഡ്രോൺസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ 1.5 മണിക്കൂർ മുമ്പ് പൊട്ട സാധനം അവിടെ വന്നിട്ട് പൊട്ടണത്. മിസൈലൊക്കെയാണ് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കെടുപ്പ്. ഇനി അപ്പോൾ നിങ്ങൾക്ക് യുദ്ധത്തിൻ്റെ ഒരു പോക്ക് എങ്ങടാന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇറാൻ ഒറ്റയടിക്ക് അമേരിക്കനെ അടിച്ചിടാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല, അത് ഉള്ളതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇറാൻ പരമാവധി ഗൾഫ് രാജ്യങ്ങളെ പ്രഷർ ചെയ്തിട്ട് യുദ്ധത്തിന് പിന്മാറാനാണ് നോക്കുന്നത്. പക്ഷേ സ്ട്രാറ്റജിക്കലി അവർക്ക് ലോങ് ടൈം വാർ ചെയ്തിട്ട് പരിചയമുണ്ട്. ആയതിനാൽ ഈ യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നത് വലിയൊരു സാമ്പത്തിക മാന്ദ്യമാണ്. ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ കൂടുതൽ ആക്രമണം കൂടാൻ സാധ്യത കൂടുതല. അതുമാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള പൈസകളൊക്കെ ഇനി കുറച്ച് നോക്കിയും കണ്ടും ചിലവാക്കിയാൽ മതി. ഭാവിയിൽ നമുക്ക് എന്തായാലും പൈസയുടെ നല്ല ആവശ്യം വരും. അപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും.